മീഡിയ പ്ലസ് ചാനലിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മായാക്കാഴ്ചയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. മായാക്കാഴ്ചകൾ നമ്മുടെ നാട്ടിൻപുറങ്ങളിലുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന പരിപാടിയാണ് മായാക്കാഴ്ചകൾ. ഇന്ന് മായാക്കാഴ്ചയുടെ ഒരു എപ്പിസോഡിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പോകുന്നത് നമുക്കറിയാം. എൻ്റെ ഒരു ചോദ്യം, മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ട് ഏറ്റവും നല്ല എക്സസൈസ് എന്താണെന്ന് ചോദിച്ചാൽ ചിലർ പറയും അത് ഓട്ടമാണ്, ചിലർ പറയും അത് മോർണിംഗിലുള്ള വാക്കിംഗ് ആണെന്ന് പറയും, ചിലർ പറയും സൈക്ലിംഗ് ആണെന്ന് പറയും. പക്ഷേ ഡോക്ടേഴ്സ് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ഒരു എക്സസൈസ് എന്താണെന്ന് ചോദിച്ചാൽ അത് പറയാം, അത് സ്വിമ്മിംഗ് ആണ്, നീന്തലാണ് മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ ഒരു എക്സസൈസ് എന്ന് പറയുന്നത്. ഒരു നാടിലെ പ്രിയപ്പെട്ട കുട്ടികളെ, അത് മുതിർന്നവരെ ആയിക്കോട്ടെ കുട്ടികളെ ആയിക്കോട്ടെ, എല്ലാവരെയും പൂർണ്ണമായിട്ടും ഒരു നീന്തൽ പരിശീലനം നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടി കഴിഞ്ഞ 25 വർഷക്കാലമായിട്ട് തിരുവനന്തപുരം ജില്ലയിൽ നടത്തിപ്പോകുന്ന ഒരു സംരംഭമുണ്ട്. ഒരു സ്വപ്നമാണ്, ഒരു ഡ്രീമാണ്, ഒരു പാഷനാണ് ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു ഒരു സ്വപ്നമാണ് നമ്മുടെ തിരുവനന്തപുരത്തുള്ള എല്ലാവരെയും കൃത്യമായിട്ട് നീന്തൽ പരിശീലിപ്പിക്കുക എന്നുള്ളത്. ഇന്ന് മായാക്കാഴ്ചകളുമായിട്ട് ഞങ്ങൾ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കരുമം എന്ന് പറയുന്ന സുന്ദരമായിട്ടുള്ള ഒരു സ്ഥലത്താണ്. ഇവിടെ എനിക്ക് പിറകിൽ ചിലപ്പോൾ നിങ്ങൾ കണ്ടേക്കാം, കഴിഞ്ഞ 25 വർഷക്കാലമായിട്ട് നീന്തൽ പരിശീലനം നൽകുന്ന ട്രിവാൻഡ്രം അക്വാട്ടിക് സെൻറ്റർ എന്ന് പറയുന്ന സ്ഥലത്താണ്. നീന്തലിൻ്റെ പരിശീലന ലോകത്തെയാണ് മായാക്കാഴ്ചയിലൂടെ ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. എല്ലാ പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം മായാക്കാഴ്ചയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക്. വർഷക്കാലമായിട്ട് ഇവിടുന്ന് നീന്തൽ അഭ്യസിച്ച് ഇറങ്ങിയ കുട്ടികൾ എത്രയാണെന്ന് ചോദിച്ചപ്പോൾ ഇവർക്ക് തന്നെ ഒരു ചോദ്യചിഹ്നമാണ്, എത്ര പേർ ഇവിടുന്ന് പഠിച്ചിറങ്ങി എന്നുള്ളത്. ഈ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ചും ന്യൂജൻ കാലഘട്ടത്തിൽ, പ്രകൃതി പോലും നമ്മളോട് പ്രതികൂലമായിട്ട് നിൽക്കുന്ന ഈ ഒരു കാലാവസ്ഥയിൽ എല്ലാവരും പഠിച്ചിരിക്കേണ്ട ഒന്നാണ് നീന്തൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ഇവിടെ, അല്ലെങ്കിൽ ഈ ഒരു ട്രിവാൻഡ്രം അക്വാട്ടിക് സെൻറ്ററിൻ്റെ ആരംഭം, തുടക്കം, അത് ഏത് രീതിയിലാണ്, എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റിയ 2 പേർ ഇവിടെ എത്തിയിട്ടുണ്ട്. നമസ്കാരം. പേര്? ബാലകൃഷ്ണൻ നായർ. സ്വന്തം സ്ഥലം ഇവിടെ തന്നെയാണോ, കരുമം? ഇവിടെ തന്നെ. ഓക്കെ. സാറിൻ്റെ പേര്? എൻ്റെ പേര് പുഞ്ചഗിരി രവി, അഡ്വക്കേറ്റാണ്. സ്വിമ്മിങ്ങിൽ ആദ്യകാലത്ത് ഞങ്ങൾ വെള്ളായണി കായലിൽ നീന്തി പഠിച്ചവരാണ്. അപ്പോൾ അതിൻ്റെ തുടർച്ചയായി നമ്മുടെ നാട്ടിൻപുറത്തെ അന്തരീക്ഷത്തിൽ സ്വാഭാവികമായ ജലനീരിനെ സംഭരിച്ചുകൊണ്ട് ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കണം എന്നുള്ളൊരാഗ്രഹമാണ് ഈ സ്വിമ്മിംഗ് പൂളിൻ്റെ യാഥാർത്ഥ്യമാക്കിയത്. സാധാരണക്കാരൻ്റെ കുട്ടികൾക്ക് ശുദ്ധജലത്തിൽ, ഇതിനകത്ത് യാതൊരു മാലിന്യങ്ങളോ കെമിക്കലോ ഇല്ല, ശുദ്ധമായി ഊറ്റുവെള്ളത്തിൽ നീന്തി തുടിച്ച് ഉന്നതിയിലേക്ക് പോകാനാണ്. ആ രീതിയിലാണ് ഇതിൻ്റെ പ്രാരംഭം എന്ന് പറയുന്നത്. ഇപ്പോൾ തന്നെ ഈ കഴിഞ്ഞ 25 വർഷമായിട്ട് കുറഞ്ഞതൊരു 10,000 പേരെങ്കിലും ഇവിടുത്തെ ഈ വെള്ളത്തിൽ നീന്തി തുടിച്ച് മുകളിൽ കയറി വരാം. 10,000 പേരിൽ നീന്തി പോയിട്ടുണ്ട്. പിന്നെ ജില്ലാ തലത്തിലായാലും സംസ്ഥാന തലത്തിലായിരുന്നാലും പിന്നെ നാഷണൽ ലെവലിലായിരുന്നാലും തിളങ്ങിയ ഒരുപാട് താരങ്ങൾ ഇവിടെ നിന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്. ഇപ്പോൾ ട്രിവാൻഡ്രം ഡിസ്ട്രിക്ട് അക്വാട്ടിക് അസോസിയേഷനിൽ ഒരു സ്ഥിരം മെമ്പറാണ്. മാഡത്തിൻ്റെ പേര്? എൻ്റെ പേര് കല. ടീച്ചറാണ്? അധ്യാപികയായിരുന്നു. എവിടെയാണ് മാഡം? ഞാൻ കൈമനം അമൃത വിദ്യാലയത്തിലായിരുന്നു.
ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ട ഏറ്റവും നല്ലൊരു എക്സസൈസ് എന്ന് പറയുന്നത് നീന്തലാണെന്ന് പറയാം. അതിലും വലിയൊരു എക്സസൈസ് വേറെ ഇല്ലെന്ന് പറയാം. ഇല്ല. ഫുൾ ബോഡി മാസേജിങ് ആണ്. ഫുൾ ബോഡി മാസേജിങ് എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ എണ്ണയിട്ട് തടവിയിരുന്നാലും എല്ലാ ബോഡിയുടെ എല്ലാ വശവും മാസേജിങ് ആവില്ല. ഇത് വെള്ളത്തിൻ്റെ സ്വാഭാവികമായ ആ ഫോഴ്സിൽ നമ്മുടെ മൊത്തം ശരീരവും പിന്നെ വെള്ളത്തിൻ്റെ ഈ ഇതുണ്ടല്ലോ ഡെൻസിറ്റിക്ക് അനുസരിച്ച് നമ്മൾ പുഷ് ചെയ്ത് മുമ്പോട്ട് പോവുകയാണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് ഈ ശരിയായിട്ട് സ്വിമ്മിങ് ചെയ്യുന്ന ആൾ മറ്റൊരു എക്സർസൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇളകാത്ത ശരീരാവയവങ്ങളൊന്നുമില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. 25 വർഷങ്ങൾക്ക് മുമ്പ് നമുക്കറിയാം, ഇന്ന് ഈ ഒരു കാലഘട്ടത്തിൽ ഈ ടർഫുകളുടെ ഒക്കെ ഒരു കാലഘട്ടമാണ്, സ്വിമ്മിംഗ് പൂളുകളുടെ ഒക്കെ ഒരു കാലഘട്ടമാണ്. ഇതൊന്നുമില്ലാത്ത 25 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനൊരു ഐഡിയ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കുട്ടികളെ പഠിപ്പിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നീന്തൽ പരിശീലന കേന്ദ്രം ആരംഭിക്കണം എന്നുള്ളത് ഒരു ആഗ്രഹം തോന്നിയത് എപ്പോഴാണ്, എങ്ങനെയാണ് ആഗ്രഹം തോന്നിയത്? ഞാൻ തിരുവല്ലത്ത് എൻ്റെ മകൻ അരുണിനെയും അവൻ്റെ ചേച്ചി അശ്വതി, അവർ രണ്ടുപേരെയും അവർക്ക് വെള്ളത്തിൽ താല്പര്യമുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇവരെ തിരുവല്ലത്ത് ആറ്റിൽ കൊണ്ടുവന്ന് പരശുരാമസ്വാമി ക്ഷേത്രം അവിടെ കൊണ്ടുവന്ന് സ്വിം ചെയ്യിക്കുമായിരുന്നു. അവിടെ കൊണ്ടുവന്നാണ് ഇവർ രണ്ടുപേരെയും ഞാൻ പഠിപ്പിച്ചത്. ആ നിലയിൽ അങ്ങനെ അവിടെ നിന്ന കോച്ച് ആരായ ആളുകളുമായിട്ട് അടുത്ത ബന്ധങ്ങളുണ്ടായി. ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ മധു എന്ന് പറഞ്ഞ ഒരു കോച്ചുണ്ട്, സായിയുടെ ആളാണ്, എനിക്ക് വേണ്ടപ്പെട്ട ആളാണ്. അയാൾ കൂടിയാണ് ഇവിടെ ഞാൻ രാവിലെ ഇവിടുന്ന് വലിയ ബുദ്ധിമുട്ടി അവർ രണ്ടുപേരെയും വിളിച്ചുണർത്തി തിരുവല്ലത്ത് കൊണ്ടുവന്ന് നീന്തിക്കാൻ പോകുന്ന ആ ബുദ്ധിമുട്ടൊക്കെ കണ്ട് അപ്രതീക്ഷിതമായി ഒരു ദിവസം ഞാനിവിടെ ഇരിക്കുമ്പോൾ അവരെല്ലാവരും കൂടി എന്നെ ഒരു ആവശ്യത്തിന് കാണാൻ വേണ്ടി വന്നു. അങ്ങനെ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് മനസ്സിൽ നമുക്ക് രൂപപ്പെടുത്തിയെടുത്തതാണ് ആ പയ്യന്മാരെല്ലാവരും കൂടി. അതിൽ പ്രധാനി എന്ന് പറയുന്നത് MS മധു. അദ്ദേഹമാണ് ഇതിന് എനിക്കുള്ള പ്രേരണ തന്നതും ഇങ്ങനെ ഒരു സംരംഭം ഉണ്ടാക്കാൻ എനിക്ക് പ്രചോദനം തന്നതും MS മധു, അല്ലാതെ മറ്റൊരാളുമില്ല. തുടങ്ങുന്ന സമയം ആ കാലഘട്ടത്തിൽ ഇതിപ്പം ശരിക്കും എത്ര ഇതിന്റെ അളവ്, നീളം, വീതി? 50 മീറ്റർ നീളം, 25 മീറ്റർ വീതി. ഇന്റർനാഷണൽ സ്വിമ്മിങ്ങിൻ്റെ റൂൾ അനുസരിച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഇതിൽ ഇപ്പോൾ ഡീപ്പ് സോണ് സാധാരണ ഈ കുട്ടികൾക്ക് ഇറങ്ങേണ്ട രീതിയുണ്ട്. പക്ഷെ അത് അത്രത്തോളം ഇത് ഉണ്ടായിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി ഇതിൻ്റെ അടിയിൽ വേറെ ഒന്നും ഇട്ടിട്ടില്ലല്ലോ. സ്വാഭാവികമായി നീരൊഴുക്കിൽ നിന്ന് വരുന്ന ശുദ്ധജലമാണിത്. അതുകൊണ്ട് തന്നെ ഈ വെള്ളത്തിൽ നിന്ന് കുട്ടികൾക്ക് വേറെ ഒന്നും വരാനില്ല. കെമിക്കൽസ് ഇല്ല, ഒരു കെമിക്കലും ഇല്ല. ഈ ദൈവം തരുന്ന വെള്ളം അതോടുകൂടി വെച്ച് നീന്തിയിട്ട് ആവശ്യമില്ലാത്ത വെള്ളം അതിൽ കൂടെ ഓവർഫ്ലോ ചെയ്ത് അങ്ങ് പോവുകയാണ്. അതാണ് അങ്ങനെ ഒരു സ്വിമ്മിംഗ് പൂള് വളരെ അപൂർവമാണ്. ഉണ്ടോ ഇല്ലെന്ന് നമുക്ക് തന്നെ സംശയമാണ് ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. 10,000-ലധികം കുട്ടികൾ ഇവിടുന്ന് പഠിച്ചറിയും. ഇവിടെ ഈ ഒരു വയസ്സിൻ്റെ ഇതുണ്ടോ? ഇത്രയാക്കുമ്പോൾ ഈ നീന്തൽ എങ്ങനെയാണ് പൊതുവേ നമുക്ക് ഈ പ്രായമുള്ള ആൾക്ക് പഠിക്കാനുള്ളൊരിത്? മനസ്സുണ്ടെങ്കിൽ ആർക്കും പഠിക്കും. ശരിക്കും പറഞ്ഞാൽ സ്വിമ്മിങ്ങിൻ്റെ ഏറ്റവും കൂടുതൽ സംഗതി എന്ന് പറഞ്ഞാൽ ജനിക്കുന്ന കുഞ്ഞിനെ എടുത്ത് വെള്ളത്തിൽ ഇടണമെന്നുള്ളതാണ്. അതിനെ പഠിപ്പിക്കേണ്ട, അത് കയറിങ്ങി പോരും. പക്ഷെ നമ്മളതിനെ തടയുന്നു, സമ്മതിക്കുന്നില്ല. സ്വാഭാവികമായി അതിൻ്റെ പ്രക്രിയകൾ വെള്ളത്തിലേക്കുള്ള തടയുന്നു. വെള്ളത്തിൽ എവിടെയെങ്കിലും ഒരു അത്യാഹിതം വരുമ്പോഴാണ് ഈ ഞങ്ങളെ കുട്ടികളെ സ്വിമ്മിങ് പഠിപ്പിക്കണമായിരുന്നു. ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടതാണ് വെള്ളം. എന്നാൽ അത്യാഹിതം വരുന്നു എന്ന് വിചാരിച്ചത് കൊണ്ട് മാത്രം സ്വിമ്മിങ് പഠിച്ചാൽ മതിയോ? അല്ല, ഇത് എക്സർസൈസ് അല്ലേ, ബോഡി എക്സർസൈസ് അല്ലേ. ഇത് നമ്മുടെ ശരീരം നല്ല ഘടനയായിട്ട് ഇങ്ങ് പോരും. അതിനകത്ത് വേറെ ഒന്നും വേണ്ടല്ലോ. കാരണം ഈ സ്വിമ്മിങ്ങിന് ഒരുവിധം നീന്തുന്ന ആൾ പകുതി വെച്ച് കയറി പോകാൻ നോക്കില്ല. ഇങ്ങനെ വെളി കയറിയല്ലേ ഒക്കെ ഉള്ളൂ. അപ്പം അതുകൊണ്ട് നീന്തും. അതിനുവേണ്ടിയുള്ള പ്രചോദനം തന്നെ കൊച്ചു കുട്ടികൾ തന്നെ. ഇപ്പം തന്നെ ഈ കൊച്ചു കുട്ടികൾ അവർ ശരിക്കും പറഞ്ഞ് എന്താണെന്ന് പോലും അറിഞ്ഞൂടാത്ത പ്രായത്തിൽ വരികയാണ്. അതെല്ലാം ഭയങ്കര ഷൈനിങ് ഷാർട്സ് ആവും അവർ. വന്നപ്പോൾ തന്നെ ടീച്ചർ പറഞ്ഞു എന്നോടൊന്നും ചോദിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ നീന്തൽ പൊതുവെ താമസം ഇതിൻ്റെ അടുത്ത് തന്നെയാണോ? മഞ്ചൂരാണ് താമസിക്കുന്നത്. നീന്തൽ പഠിച്ചിട്ടുണ്ടോ ടീച്ചർ? ഞാൻ പഠിച്ചിട്ടില്ല. ടീച്ചർ നീന്തൽ പഠിച്ചിട്ടില്ല. എല്ലാം പ്രചോദനം എന്ന് പറയുന്ന ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് വെള്ളായണി കായലാണ്. വെള്ളായണി കായൽ ശുദ്ധജലാശയത്തിൽ എപ്പോഴും ഒഴുകുന്ന നീരൊഴുക്കിലാണ് ഞങ്ങളെല്ലാം ആരും പഠിപ്പിക്കാതെ നീന്തൽ പഠിച്ചത്. ഞങ്ങളിപ്പോൾ ഞാനും എൻ്റെ ചേട്ടനുമൊക്കെ ഈ വലിയ വെള്ളപ്പൊക്കത്തിൽ ഒരാളിനെ കൂടെ ഞങ്ങൾ രക്ഷപ്പെടുത്തും. അനുഭവം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. 1978 ഭയങ്കരമായ പ്രളയം വന്നു. നമ്മുടെ 22 അടി പൊക്കമാണ് വെള്ളായണിക്കായൽ റിക്ലമേഷൻ ബണ്ടിൻ്റെ പൊക്കം.
ആ ബണ്ട് പൊട്ടിയപ്പോൾ ആൾക്ക് അറിഞ്ഞുകൂടാത്ത രീതിയിൽ നേരെ പോയ പലരും ഈ വെള്ളത്തിലങ്ങ് ഒഴുകി പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ പലരെയും ഞങ്ങൾ രക്ഷപ്പെടുത്തും. നമുക്കറിയാം എങ്ങനെ രക്ഷപ്പെടുത്തണം, നമുക്കറിയാം. ചെന്നങ്ങ് ഈ പുണർന്നാൽ പറ്റൂലല്ലോ. അവരെ പ്രത്യേക ടെക്നിക്കായിട്ട് അവരെ പിടിച്ച് കയറ്റണം. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നമുക്കുണ്ട്, ഒരുപാട് അനുഭവം. ഈ നീന്തൽ പരിശീലനം നല്ല നീന്തൽ പരിശീലനം നേടിയ ടീം അംഗങ്ങൾ ഇതുപോലെ റെസ്ക്യൂ ഓപ്പറേഷൻസിനൊക്കെ പങ്കെടുക്കുന്ന ആൾക്കാർ അതില്ല, അതെല്ലാം സ്ക്യൂബ ഓപ്പറേഷനും മറ്റെല്ലാം അങ്ങനെ. അതിന് വേണ്ടിയാണ് ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ നീന്തൽ പഠിച്ചു, നമുക്ക് എങ്ങനെ ഒരാളിനെ രക്ഷപ്പെടുത്തണമെന്ന് അറിയാം. ആ ടെക്നിക്ക് മനസ്സിലാക്കി വെച്ചുകൊണ്ട് ഒരാളിനെ രക്ഷപ്പെടുത്താം. അത് ചെന്ന് കയറി കൊടുത്താൽ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നവരെ രക്ഷപ്പെടുമ്പോൾ ആരെ കിട്ടിയിരുന്നാലും കെട്ടിപ്പിടിക്കും, രണ്ടുപേരും ചാവും. എത്ര നീന്തൽ അറിയാമെന്നുള്ളതായിരുന്നാലും ശരി, അത് രക്ഷയില്ല. വെള്ളായണി കായലിൽ എന്തുകൊണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്നത്? 30 അടി താഴ്ചയാണ് വെള്ളം, അത് കഴിഞ്ഞിട്ട് 50 അടി താഴ്ചയാണ് ചെളി. എത്ര ഡൈവിങ് അറിയാമെന്നുള്ള ഒരാളെ ചെളിയിൽ കാല് വെച്ച് കാലങ്ങ് താഴെയായി പോകും, കയറാൻ നോക്കില്ല. അപ്പോൾ പകുതി നമ്മളെപ്പോലെയുള്ളവർ പോയാൽ ആ വെള്ളത്തിൽ പകുതിയാകുമ്പോൾ നമ്മൾ വെള്ളത്തിൽ തന്നെ അടിച്ച് മുകളിലോട്ട് കയറും. അത് വെള്ളത്തിൻ്റെ ടെക്നിക്ക്, നീന്തലിൻ്റെ ഇത്, രക്ഷപ്പെടാനുള്ള ഇതെല്ലാം അവിടെ ഒരു ഉൾക്കട്ടി വേണം. അതുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു വരാം. ഇങ്ങനെ ഇത്രയും വലിയൊരു സംരംഭം ഒരുപാട് കുട്ടികൾ, ഏതാണ്ട് 10,000-ലധികം കുട്ടികൾ പഠിച്ചിറങ്ങിയിട്ടും നമ്മുടെ ഒരു സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന്, ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഏതൊക്കെ രീതിയിലൊരു സപ്പോർട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ടോ? സപ്പോർട്ട് അവർക്ക് ചെയ്യാനുള്ള പല വേദികളും ഉണ്ട്. പക്ഷേ അവർ അതിന് ശരിക്കും ഇനിഷ്യേറ്റീവ് എടുക്കാറില്ല. ഒരു കോച്ചിനെ പോലും അവർ തരുന്നില്ല. നമ്മൾ എത്ര ദിവസം ഇറങ്ങിക്കയറി നടക്കും? അപ്പം കോച്ചെല്ലാം ഉണ്ട്, അത് അവർ അതിന് താല്പര്യം എടുക്കില്ല. അതാണ് ഇതൊക്കെ കൗൺസിലൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ വെച്ചേക്കുന്നത് തന്നെ. അത്രയുള്ള ഇതെല്ലാം പ്രഹസനം. ഇതാ ഇവിടെ ഈ പിള്ളേർക്ക് കിക്ക് ബോർഡ് അവർക്ക് തരത്തക്കതേ ഉള്ളൂ, അവർ തരില്ല. വാട്ടർ പോളോ കളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഉപകരണങ്ങളാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, അതിന് ബാള് തരികയില്ല. ചോദിച്ചപ്പോൾ എന്താണ് അവരുടെ ഭാഗത്തുനിന്നുള്ള മറുപടി? എന്താണ് മറുപടി? തരാം, തരില്ല എന്ന് പറയാം, തരില്ല എന്ന് അവർക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തരാം. അപ്പം നമ്മൾ വേറെ കാശും ഉണ്ടാക്കി വണ്ടി കൂലിയും കൊടുത്ത് അവിടെ ദിവസവും നമ്മളിങ്ങനെ ഇറങ്ങിക്കയറണം. 5-6 ദിവസം കയറുമ്പം നമ്മൾ തനിയെ മുഷിയും, മതിയാക്കും, പിന്നെ ആ പോക്ക് പോകും. സ്പോർട്സിൻ്റെ കാര്യത്തിൽ നമുക്ക് മിക്കവാറും രാജ്യാന്തര നിലവാരങ്ങളിൽ പോയിട്ടുള്ള, ഞാനിപ്പം സ്വിമ്മിങ് മാത്രം പറയുന്നതല്ല, മിക്കവാറും എല്ലാത്തിലും ഏതാണ്ട് ഒരു 50% കുട്ടികൾ ഉയർന്നു വരുന്ന സ്വന്തം അധ്വാനത്തിലും അവരുടെ രക്ഷകർത്താക്കൾ കൊടുക്കുന്ന പ്രേരണയാണ്. ശരിക്കും അതിൽ ഗവൺമെൻറ് ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ചെയ്ത്, ശരിക്കും പറഞ്ഞാൽ സ്പോർട്സ് എന്ന് പറയുന്നത് മസിൽ ടു മസിൽ ട്രീറ്റ്മെൻറ്റാണ് നമുക്ക് ആവശ്യം. അതിന് ഗവൺമെൻറ് അല്ലാതെ പറ്റില്ല, നമ്മളെ കൊണ്ടത് പറ്റില്ല. ആ സംവിധാനം ഉണ്ട്, ഇവിടെ ഇല്ലാത്തതുകൊണ്ടല്ല, ആ സംവിധാനം ഉണ്ട്. ഫലപ്രദമാക്കിയാൽ കേരളത്തെ വെല്ലനക്കില്ല സ്പോർട്സ് ഐറ്റത്തിൽ. ഞാൻ ഈ റെസ്പെക്റ്റ് ഈ നീന്തൽ മാത്രമായിട്ട് പറയുന്നതല്ല, ഇത് ശരിയായിട്ട് നമ്മൾ ഗവൺമെൻറ് ഇത് കർമ്മരംഗത്ത് ഇറങ്ങി പരിശീലിപ്പിച്ച് ശരിയാക്കി എടുത്താൽ, ശാസ്ത്രീയമായി പരിശീലിപ്പിച്ചാൽ കേരളത്തെ വെല്ലാൻ ലോകരാജ്യങ്ങൾക്ക് പറ്റില്ല. നമ്മളിപ്പോൾ ഏറ്റവും ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് നടത്തിയിട്ടുള്ളൊരു കുട്ടിയുടെ നമ്മൾ അവരുടെ പേഴ്സണലായിട്ട് ലൈഫിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു 90% രക്ഷകർത്താക്കൾ ആ കുട്ടികൾ ഒന്നിച്ച് അവർ മാത്രം ഇരുന്ന് പ്രയത്നിക്കുന്നതായിരിക്കും. അംഗീകാരം വരുമ്പോൾ എല്ലാം ഒരുപാട് പേരും കൈ കൊടുക്കാനും എല്ലാത്തിനും വരും. പക്ഷെ അതല്ലല്ലോ, അവരുടെ ബാക്ക്ഗ്രൗണ്ട്, അവരുടെ ബുദ്ധിമുട്ടുകൾ ശരിയാക്കി. ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ലാത്ത കുട്ടികൾ വന്ന് നീന്തുന്നുണ്ടറിയാമോ? അവർ പറയുന്നില്ല. എന്തുകൊണ്ട്? അതിനൊരു ന്യൂട്രീഷ്യസായിട്ടുള്ള എന്തെങ്കിലും കൊടുക്കാനുള്ള സംവിധാനം നമുക്ക് ഇല്ലാത്തതുകൊണ്ട് അതിൽ കുറഞ്ഞ ഒന്നുമില്ലല്ലോ. അങ്ങനെ ഗവൺമെൻറ് ഇതിന് ശരിക്കും പറഞ്ഞാൽ ഗവൺമെൻറ് ഒരു പിടിവാശിയായി ഈ ഒരു രംഗത്തെ എടുത്താൽ സ്പോർട്സിൽ കേരളത്തെ ജയിക്കാൻ ഒരു സംസ്ഥാനവും കാണില്ല, ലോകരാജ്യവും കാണില്ല. അത്ര സ്വാഭാവികമായ അന്തരീക്ഷമാണ് നമുക്കുള്ളത്. അതിന് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നില്ല. മാക്സിമം യൂട്ടിലൈസ് ചെയ്താൽ ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ആയിരിക്കും, ഒരു സംശയവും വേണ്ട. ടീച്ചർ ക്ലാസ്സിലെ കുട്ടികളോടൊക്കെ പറയാറുണ്ടോ നീന്തൽ പഠിക്കണം, അല്ലെങ്കിൽ ഇത് എത്രത്തോളം നല്ലതാണെന്നുള്ളതിനെ പറ്റിയൊക്കെ? അതിന് ഈ നീന്തലിനോട് ഇപ്പോഴത്തെ ഒരു തലമുറയ്ക്ക് എങ്ങനെയാണ് താല്പര്യമുണ്ടോ കുട്ടികൾക്കൊക്കെ? താല്പര്യമുണ്ട്. എൻ്റെ മോനും വൈഫും അവരുടെ കുഞ്ഞും ഇപ്പം സ്വിമ്മിങ് പഠിക്കാൻ പോകുന്നുണ്ട്. ചെറുതിൽ ചേട്ടൻ പഠിപ്പിച്ചിട്ടുണ്ട്, പിന്നെ അവർ ബാംഗ്ലൂരൊക്കെ പോയി വിട്ടു. പക്ഷേ ഇപ്പം തിരിച്ചു വന്നപ്പോൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഇവരുടെ അമ്മ, എൻ്റെ മദറില്ല പറയുമായിരുന്നു, അവിടെ പുഞ്ചക്കരിയിൽ അവിടെ വെള്ളപ്പൊക്കം വരുമ്പോൾ അമ്മ നീന്തി ഇവരെ ഓരോരുത്തരായിട്ട് നീന്തി ഇവരെ അക്കരെ കൊണ്ടുപോയി സ്കൂളിൽ വിടാൻ വേണ്ടിയിട്ട്. ബാക്കി ആരും സ്കൂളിൽ വിടില്ല, വെള്ളപ്പൊക്കം മഴ അപ്പോഴും വിടില്ല. പക്ഷേ അമ്മ ഇവരെ കൊണ്ടുപോകുമായിരുന്നു. അറിയാം, അമ്മ തിരുവല്ലത്ത് ഞങ്ങൾ എടുത്തുകൊണ്ട് നീന്തി പോകും. അപ്പം അത് ഞങ്ങളുടെ ശീലം. ഒരാളുടെ രക്ഷപ്പെടും. അമ്മ ഞങ്ങളെ എന്ന് വെച്ചാൽ പഠിക്കാൻ വേണ്ടി കൊണ്ടുപോയതാണ്. പക്ഷെ ഞങ്ങൾ അതുകൊണ്ട് ആ പൈതൃകത്തിൽ വളർന്ന് ഞങ്ങൾ എന്ത് ചെയ്തു, ആളുകളെ രക്ഷപ്പെടുത്താൻ കൂടെ ഞങ്ങൾക്ക് കൽപ്പയായി. മനസ്സിലായില്ലേ? അത് സ്വാഭാവികമായി നമ്മുടെ ആവശ്യം അനുസരിച്ച്, നമ്മുടെ അന്തരീക്ഷം അനുസരിച്ച് നമ്മളത് പഠിച്ചു പോയതാണ്. പക്ഷെ അമ്മയിൽ നിന്ന് കിട്ടിയ പ്രചോദനം എന്ന് പറയുന്നത്
അപാരം അപാരം. മനഃശക്തിയും അതെ അതെ അതെ. വേറെ ഒന്നും സംഭവിക്കില്ല എന്ന് അമ്മയ്ക്ക് മനസ്സിൽ ഉറപ്പുണ്ട്. ആ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളെ 1-2 പേരെയൊക്കെ തോളിൽ കൈ വെച്ചോളാൻ പറയും. നിൻ്റെ അമ്മ ഇപ്പുറത്ത് കൊണ്ടുവന്നാക്കും. അങ്ങനെയാണ് ഞങ്ങൾ ഈ മഴക്കാലം തീരുമ്പോൾ ഏതാണ്ട് നമ്മുടെ പുഞ്ചക്കരി ഭാഗത്തുള്ള എല്ലാ വിദ്യാർത്ഥികളുടെയും ഇത് പോകും. കാരണം അവരെല്ലാം അറ്റൻഡൻസ് ഇല്ലാതെ അത് മാത്രമല്ല ശരിക്കും ഇവരൊക്കെ ഇപ്പോൾ ചില സ്കൂളുകൾ സരസ്വതി വിദ്യാലയം ഏതോ ചില സ്കൂളുകളിലൊക്കെ ഇപ്പോൾ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. സ്റ്റഡി ഒരു പീരീഡ് ഉണ്ട് 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 അങ്ങനെ ആക്കുന്നത് നല്ലതായിരിക്കും. അതെ അതെ അതെ. ഇപ്പൊ കാലാവസ്ഥ നമുക്കൊന്നും പറയാൻ പറ്റാത്തൊരു കാലാവസ്ഥയാണ് അല്ലേ? എപ്പോഴാ ഇനി അടുത്ത പ്രളയം ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പം തന്നെയും നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ പോയി 1-2 ദിവസം സ്റ്റേ ചെയ്യണമെങ്കിൽ കൊച്ചുങ്ങളുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചോദിക്കും സ്വിമ്മിംഗ് പൂൾ ഉണ്ടോ. നീന്താൻ അല്ലെങ്കിൽ പോലും കൊച്ചുങ്ങളൊന്നും ഇറക്കിയിട്ട് കാലൊന്നും ആട്ടിക്കൊണ്ടിരിക്കുന്ന പോലും പ്രകൃതിയുമായിട്ട് നേരിട്ടുള്ള ബന്ധമല്ലേ. അത് പല സ്കൂളുകളിലും ഇപ്പോൾ അത് അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നല്ലതാണ്. അങ്ങനെയൊക്കെ വരണം. ഇവരുടെ സൗന്ദര്യം കാത്തു സൂക്ഷിച്ചതും ചിലപ്പോൾ നീന്തലിലൂടെ ആയിരിക്കും അല്ലേ? ആ ഒരു ബലവും ആ ഉഷാറും പണ്ടത്തെ ആ ചുരുചുറുക്കൊക്കെ ഇപ്പോൾ നിൽക്കുന്നത് ഈ സൗന്ദര്യം വെള്ളത്തിൽ നിന്നതാണ്. ഓക്കെ സാർ. നേരത്തെ കോർപ്പറേഷൻ്റെ ഒരു ഉണ്ടായിരുന്നു. ഈ നീന്തലിന് വരുന്ന കുട്ടികൾ എത്രയെന്ന് പറഞ്ഞാൽ അവരെ നെച്ചു കൊടുത്താൽ അതിന് അത്രയും പേർക്ക് ഓരോ ഗ്ലാസ് പാല്, ഓരോ മുട്ട, ഒരു പഴം, ഏത്തപ്പഴം ഇത്രയും കൊടുക്കുമായിരുന്നു. അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് കരുതിയെങ്കിലും കുറേ കുട്ടികൾ ഇനി വരും. പാലും മുട്ടയും കഴിക്കാനെങ്കിൽ അതും അവർ നിർത്തി വെച്ചു. രണ്ടാമത് എന്താവശ്യപ്പെട്ടാൽ തരാം. ആദ്യം കവിഞ്ഞ് വാക്കിൽ ഒതുങ്ങിപ്പോയി. ഒതുങ്ങി അങ്ങ് പോകും. നമ്മുടെ ഇവിടെ ഈ മായാക്കാഴ്ചകളുമായിട്ട് വന്നപ്പോഴാണ് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഒരു വ്യക്തി നമ്മൾ പരിചയപ്പെട്ടത്. ആൾ ബോംബെ ബേസ് ആണ്. ബോംബെയിലൊക്കെ വർക്ക് ചെയ്ത ഒരാളാണ്. ബോംബെയിൽ എവിടെയായിരുന്നു വർക്ക് ചെയ്തത്? ബോംബെയിൽ വാശിയിലാ പഠിച്ചത്. സ്കൂളിംഗ് എവറിഥിങ് ലൈക്ക് സ്കൂളിംഗ് കോളേജ് എവറിഥിങ് എല്ലാം ബോംബെയിലാ. ആളുടെ പേര് നന്ദു എന്നാണ്. നന്ദു. നന്ദു ഇങ്ങനെ ഇപ്പോൾ ട്രിവാൻഡ്രം അക്വാട്ടിക് സെന്ററിലേക്ക് എത്തിപ്പെടാനുള്ള ഇവിടെ എങ്ങനെ വന്നു? ആരെങ്കിലും പറഞ്ഞിട്ട് വന്നതാണോ അല്ലെങ്കിൽ ഇത് അറിഞ്ഞിട്ട് വന്നതാണോ? പറഞ്ഞിട്ട് വന്നതല്ല. പക്ഷെ ഞാൻ ആദ്യം ഒരു ലൈക്ക് ഡ്യൂറിങ് മൈ എഞ്ചിനീയറിംഗ് ബിഫോർ മൈ എഞ്ചിനീയറിംഗ് ഞാൻ സ്വിമ്മിങ് ഞാൻ പോകാറുണ്ടായിരുന്നു കോമ്പറ്റീഷൻസ് ഒക്കെ. അങ്ങനെ പിന്നെ ഒരു ബ്രേക്കായി. ഇപ്പോൾ ഓൾമോസ്റ്റ് 12 ഇയേഴ്സിൻ്റെ ബ്രേക്കാണ്. അപ്പോൾ തിരിച്ച് കയറണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം പൂൾസും ഒന്നായിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരുന്നു ഗൂഗിളിൽ. അങ്ങനെ അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ എനിക്കൊരു ലൈക്ക് ഒരു ഡിഫറെൻറ്റ് വൈബാണ്, ഒരു നാച്ചുറൽ വൈബാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് ലൈക്ക് ഇതൊക്കെ കുറച്ച് നാച്ചുറൽ വൈബ് ആയതുകൊണ്ട് അപ്പോൾ ഇവിടെ തന്നെ അട്രാക്റ്റ് ആയി. പിന്നെ സാറിനോട് ചോദിച്ചപ്പോൾ ലക്കിലി സാർ ഒരു കോച്ചാണ് കൈൻഡ് ഓഫ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ 12 ഇയേഴ്സിൻ്റെ ഗ്യാപ്പ് വെച്ച് ഞാൻ സാറിനോട് ചോദിച്ചു കോമ്പറ്റീഷൻ കയറാൻ പറ്റുമോ ഇല്ലേന്ന്. അപ്പോൾ ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞത് കോമ്പറ്റീഷനൊക്കെ കയറാൻ പറ്റും. ഇത് സ്ട്രോക്ക് നോക്കിയിട്ട് പറഞ്ഞു കൊള്ളാം കോമ്പറ്റീഷൻ കയറാൻ പറ്റും. ഈ സെപ്റ്റംബറിൽ തന്നെ മാസ്റ്റർ കോമ്പറ്റീഷനിൽ അത് ഞാൻ കയറ്റാന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ പിന്നെ തിരുവനന്തപുരം ഇവിടുത്തെ ഈ ഡിസ്ട്രിക്റ്റിൽ ഒരുപാട് സിന്തറ്റിക് പൂളുകൾ ഒരുപാടുണ്ട്. പൂളുകളൊക്കെ നോക്കിയിട്ട് ഒടുവിൽ ഇവിടെ ഓൾമോസ്റ്റ് ഞാൻ എല്ലാം പൂൾസ് നോക്കി. കാരണം എനിക്ക് എങ്ങനെയെങ്കിലും ഒരു തിരിച്ചു കയറുന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ അത് കയറാൻ വേണ്ടിയായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഫിക്സ് ആക്കി. അതില്ലാതെ പിന്നെ കോച്ചും ബെറ്റർ കോച്ച് ആയതുകൊണ്ട് സൂപ്പറാണ്. കാരണം എനിക്കെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ കയറണമെങ്കിൽ ഇപ്പോൾ ഏജ് ആയി. അങ്ങനെ ഇനിയിപ്പോൾ മാസ്റ്റേഴ്സിൽ കയറണമെങ്കിൽ എന്തായാലും എനിക്കൊരു പ്രോപ്പർ ഗൈഡൻസ് വേണം. അപ്പോൾ സാറിൻ്റെ അവിടെ ഗൈഡൻസ് ഉണ്ട്. അപ്പോൾ ലക്കിലി എനിക്ക് പൂലും കിട്ടി, ഗൈഡൻസ് കിട്ടി. പിന്നെ ഇത്ര ഒരു നാച്ചുറൽ പൂല്. അങ്ങനെ അത് എത്ര മണിക്ക് മോർണിംഗിലാണോ അല്ല ഈവനിങ്ങിലാണോ? ഞാൻ മോർണിംഗ് വന്നു കഴിഞ്ഞാൽ എത്ര ടൈം അവിടെ സ്പെൻഡ് ചെയ്യും? ഞാൻ ഓൾമോസ്റ്റ് ലൈക്ക് 2 hours. സാറൊക്കെ പറയാറേ ഇല്ല. അങ്ങനെ സാറ് പറയും ജസ്റ്റ് കയറുക. അങ്ങനെ ഇതില്ല.
എനിക്ക് ഇഷ്ടമുള്ള സമയത്ത് വരുക, ഇഷ്ടമല്ല ഭയങ്കര ടൈം ഫ്ലെക്സിബിളാണ് അങ്ങനെ. കാരണം ഞാൻ ഒരു വർക്കിംഗ് ഒരു പ്രൊഫഷണൽ ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ സമയം കിട്ടാറില്ല. അപ്പോൾ ഇത് ലക്കിലി ഒരു മാസ്റ്റർ സ്വിമ്മിംഗ് കോമ്പറ്റീഷനിലേക്ക് മത്സരിക്കാൻ പോവാണ്. ഡിസംബറിൽ എപ്പോഴാണ് മത്സരം പറഞ്ഞിരിക്കുന്നത്? സെപ്റ്റംബറാ അങ്ങനെ. ബൈ ഗോഡ്സ് ഗ്രേസ് നോക്കാം, ട്രൈ ചെയ്യാം. അപ്പോൾ എന്തായാലും ഇവിടുത്തെ ഒരു നല്ല എന്താ പറയുക, അധ്യാപകൻ എന്ന് പറഞ്ഞാൽ, മാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഇതിലൊക്കെ അഗ്രഗണ്യനാണ്. പിന്നെ അതില്ല അതാ കാരണം എന്താ ഞാൻ കയറിയ ഉടനെ എന്താ സ്ട്രോക്സ് ഒക്കെ പറഞ്ഞു വെച്ചാൽ ഇന്ന സ്ട്രോക്ക് കയറണം, ഇന്ന സ്ട്രോക്ക് പറ്റൂല, ഇന്നൊക്കെ ബട്ടർഫ്ലൈ ഒക്കെ ഞാൻ പഠിച്ചു കുറെ ഇങ്ങനെ ഗൈഡൻസ് ഒക്കെ ഉണ്ട് അങ്ങനെ. അതാ അപ്പോൾ ഓക്കെ നന്ദു, ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സ്വപ്നം അങ്ങനെ പോകണേ കേട്ടെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇവിടെയുള്ള കുട്ടികളെ പൂർണ്ണമായിട്ടും നീന്തൽ അഭ്യസിപ്പിക്കുക എന്നതിലുപരി ഏതെങ്കിലും ഒരു അപകടത്തിൽപ്പെട്ട ഒരാളെ സഹായിക്കാൻ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ലക്ഷ്യമെന്നാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നേരത്തെ നമ്മൾ സംസാരത്തിൽ പറഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട അരുണേട്ടനും പത്നി ധനുജ സുഖമായിരിക്കുന്നല്ലോ, ഹാപ്പി ആണല്ലോ? ഈ ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു വ്യക്തിയാണ് കേട്ടോ, ഫുൾ പോസിറ്റീവ്. ഇങ്ങനെ ഒരു നീന്തൽ ഈസിക്വൽ ടു ഒരു മെൻ്റലി പവർ, അത് ഈക്വൽ ആണോ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. നീന്തൽ അഭ്യസിക്കുന്നതിലൂടെ നമ്മുടെ മാനസികമായിട്ടുള്ള നമുക്ക് സ്വന്തമായിട്ടുള്ള ഒരു ഇന്നർ കോൺഷ്യസിനും കൂടെ ഒരു പോസിറ്റീവ് വൈബ് കിട്ടുന്ന ഒരു സ്പോർട്ടാണ് നമ്മൾ നീന്തൽ എന്ന് പറയുന്നത്. അത് 100% സത്യമാണ്. നമ്മുടെ ശരീരത്തിന് നമ്മുടെ ഇപ്പോൾ ഫിസിക്കലായിട്ടുള്ള സ്ട്രെങ്തിൻ്റെ ഉപരി ഒരു മെൻ്റലി ഒരു സ്ട്രെങ്ത് നൽകുന്ന ഒരു ടിപ്പിക്കൽ യോഗ ടൈപ്പാണ്. ഒരു യോഗയ്ക്ക് എന്ത് ബെനിഫിഷ്യറി നമുക്ക് കിട്ടുന്നോ, എന്ത് ബെനിഫിറ്റ് നമുക്ക് യോഗയ്ക്ക് കിട്ടുന്നോ, അതേ ഒരു പോസിറ്റീവ് വൈബ് നമുക്ക് നീന്തലിൽ കിട്ടുന്നുണ്ട്. അത് എത്രത്തോളം ആളുകളിൽ എത്തിയിട്ടുണ്ടെന്നുള്ളത് നമുക്കറിയില്ല. 25 വർഷത്തെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു സംരംഭം, പഠിച്ചിറങ്ങിയത് നിരവധി ആൾക്കാർ. താങ്കൾ ഈ ഒരു സ്വിമ്മിംഗ് മേഖലയിൽ കരസ്ഥമാക്കിയ എന്തൊക്കെയാണ്? ഞാൻ നിലവിൽ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിലോട് കൂടിയാണ് എൻ്റെ കരിയറിൽ ഞാൻ ഒരു ബ്രേക്ക് എടുക്കുന്നത്. അതായത് കോമ്പറ്റീഷൻ സ്വിമ്മിംഗ് ലെവലിൽ നിന്ന് എൻ്റെ ഒരു ബ്രേക്ക് എടുക്കുന്നത് ഞാൻ സ്റ്റേറ്റ് ചാമ്പ്യനായിട്ട് നിൽക്കുന്ന സമയത്താണ്. 2003, 2004, 2005 3 വർഷം തുടരെ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് ഞാൻ കവർ ചെയ്ത ആളാണ്. അത് ബട്ടർഫ്ലൈ സ്ട്രോക്കാണ് എൻ്റെ ഈവൻറ്റ്. 50 ബട്ടർഫ്ലൈസ്, 100 ബട്ടർഫ്ലൈസ്, അതുപോലെ 200 ബട്ടർഫ്ലൈസ് സ്റ്റേറ്റ് റെക്കോർഡോട് കൂടി മെഡൽ വന്ന വ്യക്തിയാണ് ഞാൻ. എൻ്റെ ഒരു മെൻ്ററിലുപരി എൻ്റെ കോച്ചായിരുന്ന മധുസൂദനൻ പിള്ള, അദ്ദേഹം, പിന്നെ അതുപോലെ പുഞ്ചകരി രവീന്ദ്രൻ നായർ, എൻ്റെ ഫാദറിൻ്റെ ബ്രദറാണ്, അനിയനാണ് അദ്ദേഹം. ഇവർ രണ്ടുപേരുമാണ് ഇന്ന് ഈ കാണുന്ന സ്വിമ്മിംഗ് പൂൾ യാഥാർത്ഥ്യമാവാൻ വേണ്ടിയിട്ട് ഞങ്ങളെ ഏറ്റവും കൂടുതൽ സഹായിച്ചത്. അതുപോലെ തന്നെ നീന്തലിൽ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കണം. നീന്തലിൽ ഒരു ബിസിനസ് വശമല്ല, ഒരിക്കലും നീന്തൽ ഒരു ബിസിനസ് വശമല്ല. മറിച്ച് കുട്ടികളുടെ കായിക പ്രാപ്തി കൂട്ടാനും അവരുടെ മാനസിക ഉല്ലാസം കൂട്ടിയെടുക്കാനും അത്യാവശ്യം എവിടെയെങ്കിലും നമ്മൾ ഈ ബാക്ക് വാട്ടേഴ്സ് ഏറ്റവും കൂടുതലുള്ള സ്റ്റേറ്റാണ് നമ്മളെ കേരളം എന്ന് പറയുന്നത്. എവിടെ പോയി കഴിഞ്ഞാലും നമുക്ക് ആറോ പുഴയോ എന്തെങ്കിലും ഉണ്ടാകും. കുട്ടികൾ കൂടുതൽ എക്സൈറ്റ് ആണ്, ക്യൂരിയസ് കൂടുതലാണ് ഇവർക്ക് ഈ വെള്ളത്തിലോട്ട് ഇറങ്ങാനും വെള്ളത്തിൽ എന്താണ്. പക്ഷേ ഇതിൻ്റെ സീരിയസ്നെസ്, ഇതിൻ്റെ ഒരു അനന്തരഫലം എന്താണെന്നുള്ള കുട്ടികൾക്ക് അറിയില്ല. അപ്പം എൻ്റെ സ്ഥാപനത്തിൽ എന്നെ അന്വേഷിച്ച് വരുന്ന ഓരോ കുട്ടികളോടും ഞാൻ പറയാറുള്ളത്, നീന്തലിൽ എന്തെങ്കിലും നാളെ നിങ്ങളുടെ ജീവിതമാർഗം എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കാനോ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് ഒരു അപകട മേഖലയിൽ നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ചാടി ഇറങ്ങാനും അങ്ങനെയുള്ള ഒരു രക്ഷാപ്രവർത്തനം നടത്താനും
വേണ്ടി നിങ്ങളെ പ്രാപ്തരാക്കി എടുക്കുന്ന ഒരു ഇടം കൂടിയാണ് നമ്മൾ. ഒരു ഭാരിച്ച ചെലവായിട്ട് തോന്നുന്നുണ്ടോ? മീൻസ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നീന്തൽ എന്ന് പറയുന്ന ഒരു സ്വപ്നം കണ്ടു വരുന്ന ഒരു സാമ്പത്തികം എപ്പോഴും ചിലപ്പോൾ ചില ആൾക്കാർ എന്തെങ്കിലും തരും, ഇല്ല, അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചെറിയൊരു സാമ്പത്തികമൊന്നും പോരാ. അല്ല, അല്ല. സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഞാൻ അറിഞ്ഞിടത്തോളം ഈ ഒരു സ്വിമ്മിംഗ് പൂളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നീന്തൽ പരിശീലനവുമായി ബന്ധപ്പെട്ട് ഒന്നും ചെയ്തു കൊടുക്കുന്നില്ല എന്നുള്ളൊരു വാർത്ത കേട്ടിട്ടുണ്ട്. സത്യമാണോ അത്? അത് തീർത്തും അത് ഇപ്പം എന്താ പറയുക, തീർത്തും സത്യമാണ്. അതിപ്പോൾ നമ്മൾ സ്വകാര്യ വ്യക്തികളായതുകൊണ്ടാണോ മറ്റ് റീസൺസ് എന്താണെന്ന് എനിക്ക് അറിയില്ല. ഈ സ്പോർട്സ് അസോസിയേഷനുമായിട്ട് സ്പോർട്സ് കൗൺസിലുമായിട്ട് ബന്ധപ്പെട്ടും പിന്നെ നമ്മുടെ ഗവൺമെൻറ് സ്പോർട്സ് മിനിസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടും നമുക്ക് എന്താണ് ഇതിലുള്ള നമുക്ക് സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പിന്നെ ഒരു റിനോവേഷൻ എന്നുള്ള രീതിയിൽ ഇതിനെ ഒന്ന് പുനർജീവിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് തടസ്സമായി നിൽക്കുന്നതെന്ന് ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. ഇതിലൊക്കെ ഇപ്പം ക്ലോറിനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി വലിയൊരു തീർച്ചയായിട്ടും നമ്മളിപ്പോൾ നാച്ചുറൽ പൂളാണെങ്കിലും 100-ൽ അധികം കുട്ടികൾ ഇപ്പോൾ ഇവിടെ പ്രാക്ടീസ് 100-ലധികം കുട്ടികളുണ്ട്. സമയം ഏതാണ്? രാവിലെ നമുക്ക് 5:45 തൊട്ടേ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 5:45 നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ രാവിലെ 9 മണി വരെയും വൈകുന്നേരം 4 മണിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 7 മണി വരെയും. നമുക്കിവിടെ ഇപ്പോൾ വെളിച്ചത്തിൻ്റെയും ലൈറ്റിൻ്റെയും ഒക്കെ ചില ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ടിട്ട് നമ്മൾ ഈ 2 സമയമാണ് ഇപ്പോൾ ഫോളോ ചെയ്ത് പോകുന്നത്. വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്ര വർഷമായി? 2 വർഷമാകുന്നു. 2 വർഷമാകുന്നു. ആദ്യം നമ്മൾ അരുണായിട്ട് ചോദിച്ച ചോദ്യം ഇതാണ്, നീന്തൽ അറിയാമോ? നീന്തൽ അറിയുന്നത് കൊണ്ട് മാത്രമാണ് കല്യാണം നടന്നത്. അതെ തീർച്ചയായിട്ടും. പുള്ളിക്കാരി ഞങ്ങളെ കല്യാണം നടക്കുന്ന സമയത്ത് പുള്ളിക്കാരി അത്രയും നീന്തലിൽ അത്രയും ഒരു ഇതല്ല, അത്രയും ഇപ്പം നല്ലൊരു സ്വിമ്മറായി മാറിയിട്ടുണ്ട്. എല്ലാ ദിവസവും ഞാൻ ഈ പറയുന്ന ഒരു ഈവനിങ് സെക്ഷൻ ബാച്ച് കുട്ടികളോടൊപ്പം നീന്തിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് ഒഴിവുള്ള കുറച്ച് അധികം കുട്ടികൾ കുറവാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കുട്ടികളുടെ എന്തെങ്കിലും പബ്ലിക് ഹോളിഡേ വരുന്ന ദിവസങ്ങളിൽ പുള്ളിക്കാരിയും ഇറക്കി പരിശീലനം കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. നാളെ ഒരു കാലത്ത് ഏതെങ്കിലും മുതിർന്ന സ്ത്രീകൾ പഠിക്കാൻ താല്പര്യമായിട്ടുള്ളവർ വന്നു കഴിഞ്ഞാൽ ഏത് ഏജ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 5 വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടികളെ നമ്മൾ പരിശീലിപ്പിക്കുന്നത്. എത്ര പ്രായം വരെ? 5 വയസ്സിന് മുകളിലോട്ടുള്ള 60 വയസ്സ് വരെയുള്ള ഒരു മനുഷ്യനെ ഞാനിപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാൻ പഠിപ്പിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹം നല്ല ഇമ്പ്രൂവ്മെൻറ്റും കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം നമുക്കൊരു 30 ദിവസം നീന്തലിന് വേണ്ടിയിട്ട് ഒരു 30 ദിവസം നമ്മുടെ ലൈഫിൽ മാറ്റിവെക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു ജീവൻ രക്ഷാമാർഗം, അതായത് നമ്മൾ എവിടെയെങ്കിലും ഒരു കടലിലോ കായലിലോ എവിടെയെങ്കിലും നമ്മളൊരു ഉല്ലാസയാത്ര പോകുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് വളരെ യാദൃശികമായിരിക്കും നീന്തലിൻ്റെ ബെനിഫിറ്റ് നമുക്ക് മനസ്സിലാവുന്നത് പിന്നെ ഒരു കാലഘട്ടത്തായിരിക്കും. പിന്നെ രണ്ടാമത് നീന്തലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല എക്സസൈസ് ഇന്നിപ്പോൾ നമ്മൾ ക്രിക്കറ്റ് ഉണ്ട്. ഏറ്റവും കൂടുതൽ ആളുകൾ ക്രിക്കറ്റ്, ഫുട്ബോൾ ഇതുപോലെയുള്ള കായിക ഇനങ്ങളാണ് കൂടുതലും ടി വിയിൽ കാണുന്നതും കൂടുതൽ താല്പര്യപ്പെടുന്നതും. എന്നാൽ നീന്തൽ കൊണ്ട് നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസ് വരെ വർക്കിംഗ് ആണ്. അതായത് ഒരിക്കൽ സ്റ്റോപ്പ് ചെയ്ത നീന്തൽ കൊണ്ട് ഈ പാൻക്രിയാസ്, ഞാൻ ഉദ്ദേശിച്ച ഈ ഷുഗറിൻ്റെ ഡയബറ്റിക് പേഷ്യൻസ്, അങ്ങനെയുള്ള ഡയബറ്റിക് പേഷ്യൻസിനെ 1-2 പേരെ ഞങ്ങളുടെ പൂളിലോട്ട് റെഫർ ചെയ്തിട്ടുണ്ട്. ചില ഡോക്ടേഴ്സ് റെഫർ ചെയ്ത് വിടുന്നുണ്ട്. കാരണം ഈ പാൻക്രിയാസിൻ്റെ വർക്കിംഗ് നിൽക്കുമ്പോൾ ഈ ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ ഇൻസുലിൻ എടുക്കേണ്ട അവസ്ഥയാണ്. അത് മാറി വീണ്ടും ഒരു 10-20 ദിവസം നമ്മൾ നീന്തി വരുമ്പോഴത്തേക്കും വീണ്ടും പാൻക്രിയാസ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലോട്ട് എത്തുന്നുണ്ട് എന്നാണ് റിസൾട്ട് കാണിക്കുന്നതെന്നാണ് ഡോക്ടേഴ്സ് നമ്മളോട് പേഴ്സണലായിട്ട് പറഞ്ഞിട്ടുള്ളത്. സ്വിമ്മിംഗ് പൂൾ എന്നൊക്കെ പറയുമ്പോൾ കുട്ടികളുടെ ഒരു കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ടാവും അല്ലേ? നമ്മുടെ മുകളിൽ നിന്ന് നോക്കിയാൽ താഴെ അടിഭാഗം കാണുന്ന ഒരു ഇതും അങ്ങനെയുള്ളൊരു കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ട്. അങ്ങനെ ആ ഒരു കാഴ്ചപ്പാടിലൂടെ വന്ന് അല്ലെങ്കിൽ ഇങ്ങനെ ഇതൊരു നാച്ചുറലായിട്ട് വളരെ കൃത്യമായിട്ട് നീന്തൽ പഠിക്കാൻ പ്രാപ്തമാകുന്ന രീതിയിലുള്ള ഒരു പൂളാണിത്. സ്വിമ്മിംഗ് പൂൾ എന്ന് പറയുമ്പോൾ അതൊരു ആർട്ടിഫിഷ്യലായിട്ടുള്ള ഉള്ളതാണ്. അതെ തീർച്ചയായിട്ടും. ഇന്നിപ്പോൾ 90% ആളുകളും ഇപ്പോൾ നീന്തൽ സ്ഥാപനം അന്വേഷിച്ച് വരുമ്പോഴത്തേക്കും ഇവിടെ വന്ന് കണ്ട് ഈ നാച്ചുറൽ ഒരിക്കലും അവർക്ക് അംഗീകരിക്കാൻ പറ്റാത്തതിൽ 75% ആളുകളും പറ്റില്ല. കാരണം അവർ എക്സ്പെക്ട് ചെയ്ത് വരുന്നത് നീല കളറാണ്, അടിയിൽ നീല ടൈൽഡ് ആയിട്ടുള്ളതായിരിക്കും, ലൈറ്റിങ് ഉണ്ടാവണം, ലൈനിങ് മാർക്സ് ഉണ്ടാവണം, അതുപോലെ ഷാലോ ഉള്ളടം വേണം, ഡീപ്പ്. ഓരോരോ ആളുകൾക്കും ഓരോരോ സ്വപ്നങ്ങളാണ്. അവരുടേതായ ഒരു ഓൾറെഡി ഒരു തോട്ട് കൊണ്ടാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു 100 പേര് വന്നു കഴിഞ്ഞാൽ അതിൽ 75% പേരും ഇവിടെ മിക്കവാറും നിൽക്കാറില്ല ഇത് നാച്ചുറൽ ആണെന്ന് പറയുമ്പോൾ. കാരണം എന്താണെന്ന് എനിക്കറിയില്ല, നാച്ചുറലിനോട് ജനങ്ങൾ മുഖം തിരിഞ്ഞ് നിൽക്കുന്ന ഒരു കാലഘട്ടമാണോ എന്ന് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ഗുണം, നാച്ചുറലിൻ്റെ ഗുണം ഒരിക്കലും നമ്മൾ ഈ പറയുന്ന നീല കളറോ അല്ലെങ്കിൽ ഒരു സിന്തറ്റിക് സ്വിമ്മിംഗ് പൂളിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. നമ്മൾക്ക് കിട്ടുന്ന ഒരു മാനസിക സന്തോഷവും അതിലുപരി ഈ പറഞ്ഞതുപോലെ കെമിക്കൽ ഫ്രീ ആയിട്ടുള്ളത് വളരെയധികം ഈ പറയുന്നത് ജനങ്ങളത് ചിന്തിക്കേണ്ട സമയമായെന്നാണ് എനിക്ക് തോന്നുന്നത്. ലേഡീസ് നീന്തൽ പഠിക്കേണ്ട ആവശ്യകത എത്രത്തോളം ഉണ്ട്? ലേഡീസിനും ആവശ്യം ഒരുപാടാണ്. എന്ന് വെച്ചാൽ ഇതുപോലെ എന്തെങ്കിലും
ട്രിപ്പ് അതിന് ഏറ്റവും ഉള്ള ഒന്നാണ് യെസ് യെസ് നമുക്ക് കാരണം 100% ഇപ്പം 80% 90% സ്ത്രീകളും ഇപ്പം ഈ ജിം വെയിറ്റ് ട്രെയിനിങ് അതുപോലുള്ള സ്ഥലങ്ങളിലോട്ടാണ് പോകുന്നത്. അങ്ങനെയുള്ളവരടുത്ത് ഞാൻ ഒന്ന് വെയിറ്റ് ചെയ്യൂ, നിങ്ങൾ പോകണ്ടെന്നല്ല, ആഴ്ചയിൽ ഒരു ദിവസം സ്വിമ്മിങ് നിങ്ങൾ ശീലമാക്കൂ എന്നൊരു റിക്വസ്റ്റ് ഉണ്ട്. അത് നിങ്ങൾക്ക് റിഫ്ലക്റ്റ് ചെയ്യും, അത് 30 ദിവസത്തിൽ നിങ്ങൾക്ക് റിഫ്ലക്റ്റ് ചെയ്യും, യാതൊരു സംശയവുമില്ല. അത് പേഴ്സണലായിട്ട് എൻ്റെ അനുഭവത്തിലാണ്, അല്ലെങ്കിൽ എൻ്റെ വൈഫിൻ്റെ അനുഭവത്തിലാണ്. 30 ദിവസത്തിൽ നിങ്ങളുടെ ശരീരത്തിൽ മാറ്റം ഉണ്ടാവും, ഒരു സംശയവും വേണ്ട. 100%. ഇവിടുത്തെ പഠനത്തിന്റെ സ്റ്റൈൽ എങ്ങനെയാണ്? കുട്ടികൾ വന്ന ഉടൻ തന്നെ എങ്ങനെയാണ്? നമ്മൾ വരുമ്പോൾ നമ്മൾ പ്രാഥമികമായിട്ടുള്ള വ്യായാമം ചെറിയ രീതിയിൽ 5-10 റൗണ്ട് നമ്മൾ ജോഗിങ് ഉണ്ടാവും, പൂളിന് ചുറ്റും തന്നെ ജോഗിങ് ഉണ്ടാവും. അതിനോടൊപ്പം ഹാൻഡ് റൊട്ടേഷൻ, സ്ട്രെച്ചിങ്, പിന്നെ ഫ്രീ സ്റ്റൈൽ സ്ട്രോക്ക് 4 ഫ്രീ സ്റ്റൈൽ, ബാക്ക് സ്ട്രോക്ക്, ബ്രസ്റ്റ് സ്ട്രോക്ക്, ബട്ടർഫ്ലൈ സ്ട്രോക്ക് 4 സ്ട്രോക്കും കുട്ടികളെ കരയിൽ അത് പരിശീലിപ്പിച്ച് അവരൊന്ന് വാമായി കിട്ടിയതിന് ശേഷം ലേൺ ടു സ്വിം ബാച്ച് നമ്മൾ പതുക്കെ പൂളിലോട്ട് എൻട്രി ചെയ്യിക്കും. ഒരു കുട്ടി വന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു നീന്തൽ കൃത്യമായിട്ട് വരികയാണെങ്കിൽ 1 മാസം കൊണ്ട് നമുക്ക് നീന്തൽ പഠിക്കാം. തീർച്ചയായിട്ടും 30 ദിവസത്തിൽ കുട്ടി നീന്തിയിരിക്കും. 20 മീറ്റർ ഇപ്പോൾ നമ്മൾ നിലവിലുള്ള നമ്മുടെ ഈ പൂൾ എന്ന് പറയുന്നത് 50 മീറ്റർ നീളവും 20 മീറ്റർ വീതിയുമാണ്. ഇതാണ് വിട്ടാണ് ഉള്ളത്. ഈ 20 മീറ്റർ നീന്താൻ പ്രാപ്തരാക്കിയിരിക്കും 30 ദിവസത്തിൽ. അത് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഗ്യാരണ്ടിയാണ്. 30 ദിവസത്തിൽ ഞാൻ നീന്തിച്ചിരിക്കും. 30 ഈ പറയുന്ന 20 മീറ്റർ ഷോർട്ട് ഡിസ്റ്റൻസ് നമ്മൾ നീന്തിച്ചിരിക്കും. പ്ലസ് നമ്മൾ പറയുമ്പോൾ ഒരു കുട്ടി അഡ്മിഷൻ നമ്മളിവിടെ എടുക്കുമ്പോഴത്തേക്കും നമ്മൾ അവരോട് പറയുന്നത് 30 ദിവസത്തിൻ്റെ ടൈമല്ല, നമ്മൾ 2 മാസത്തെ ടൈമാണ് ചോദിക്കുന്നത്. 60 ദിവസം, 60 ക്ലാസ്സാണ്. ഈ 30 ദിവസത്തിൽ നമുക്ക് അവരുടെ നീന്തൽ പ്രാപ്തരാക്കുകയും ചെയ്യും. ബാക്കിയുള്ള മിച്ചം ശേഷിച്ചിട്ടുള്ള ഈ 30 ദിവസത്തിൽ കഴിയുന്നത്ര പറ്റുമെങ്കിൽ 50 മീറ്റർ നീന്താൻ പ്രാപ്തരാക്കത്തക്ക രീതിയിലാണ് നമ്മൾ അവരെ ഇവിടെ നമ്മളെ ജില്ലാ അക്വാട്ടിക് അസോസിയേഷൻ്റെ കീഴിൽ സബ് ജൂനിയർ മത്സരങ്ങൾ ഇവിടെ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. 2012, 2014 ഇവിടെ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവരോട് ഞങ്ങൾ വീണ്ടും അങ്ങനത്തെ, കാരണം നമ്മുടെ നാട്ടിൽ നമ്മളെ ജനങ്ങൾക്കെല്ലാം കൂടുതൽ നീന്തലിനെ പറ്റിയിട്ടുള്ള അറിവിന് വേണ്ടിയിട്ട് നമ്മൾ കൂടുതലായിട്ട് ഒരു മത്സരം നമ്മൾ സംഘടിപ്പിക്കാൻ വീണ്ടും ചോദിച്ചിരുന്നു. പക്ഷേ അസോസിയേഷൻ്റെ ഭാഗത്തു നിന്നും ഈ പറയുന്ന കൗൺസിലിൻ്റെ ഭാഗത്തു നിന്നും അവർ ഇത് സിന്തറ്റിക് സ്വിമ്മിംഗ് പൂൾ അല്ലാത്തത് കാരണം കൊണ്ട് അവർക്ക് ചില പരിമിതികൾ, കാരണം ഈ വെള്ളത്തിനടിയിൽ ഇവർ ചെയ്യുന്ന സ്ട്രോക്ക് കറക്റ്റ് ആണോ, അത് ഡിസ്ക്വാളിഫയിങ് സ്ട്രോക്ക് ആണോ, കറക്റ്റ് സ്ട്രോക്ക് ആണോ, അത് കാണാനും വിസിബിൾ, അങ്ങനത്തെ കുറച്ച് നമുക്ക് ഇത് ഉള്ളത് കൊണ്ട് പോരായ്മ, നമുക്ക് ഇത് ഉള്ളത് കൊണ്ടിട്ട് കുറച്ച് റെസ്ട്രിക്ഷൻ നമുക്കുള്ളത് കൊണ്ടിട്ട് അവർ പിന്നെ ഒരു ഫർദർ അതിനുശേഷമുള്ള കോമ്പറ്റീഷൻ നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച് കേട്ടോ, ഒരുപാട് സന്തോഷം. തിരുവനന്തപുരം ജില്ലയിലെ കരുമം എന്ന് പറയുന്ന സ്ഥലത്താണ് ട്രിവാൻഡ്രം അക്വാട്ടിക് സെൻറ്റർ എന്ന് പറയുന്ന ഈ ഒരു സ്വിമ്മിംഗ് പൂൾ നിലനിൽക്കുന്നത്. കഴിഞ്ഞ 25 വർഷക്കാലം ആയിട്ട് ഏതാണ്ട് 10,000-ലധികം കുട്ടികൾ പഠിച്ചിറങ്ങിയ ഒരു സുന്ദരമായിട്ടുള്ള ഒരു നീന്തൽ പരിശീലന കേന്ദ്രം. ബോഡിയുടെ ഓരോ ഭാഗവും, ഓരോ ചെറിയ ഭാഗം പോലും കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്ന ഒന്നാണ് ഒരു എക്സസൈസാണ് ഈ നീന്തൽ, സ്വിമ്മിംഗ് എന്ന് പറയുന്നത്. മറ്റുള്ള ഈ വാക്കിങ്ങും അതുപോലെ തന്നെ റണ്ണിങ്ങും പോലെയല്ല, ഇത് ഒരു ഭയങ്കരമായിട്ടുള്ള എക്സ്ട്രാ ഒരു പവർ കിട്ടുന്ന ഒന്നാണ് സ്വിമ്മിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ട്രിവാൻഡ്രം അക്വാട്ടിക് സെൻറ്റർ എന്നാണ് ഈ സ്ഥാപനത്തിൻ്റെ പേര്. തിരുവനന്തപുരം ജില്ലയിലെ കരുമം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇത്രയും സുന്ദരമായിട്ടുള്ള ഒരു ഭയങ്കരപ്പെട്ട ഒരു വൈബാണ് കേട്ടോ. വൈബ് എന്ന് പറയുന്നത് ചുറ്റും അങ്ങനെ തെങ്ങും അതുപോലെ തന്നെ മറ്റു മരങ്ങളും എല്ലാം കൊണ്ട് ഇതിൻ്റെ നടുക്ക് ഇതൊക്കെ ഒരു ഹെലി ക്യാമറ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടി ആയിരിക്കും, ഭയങ്കര രസമായിരിക്കും. 1 മാസം കൃത്യമായിട്ട് വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും നീന്തലിൻ്റെ ആ ഒരു വശം പൂർണ്ണമായിട്ടും നമ്മൾക്ക് സ്വായത്തമാക്കാൻ പറ്റും. ഗ്യാരണ്ടി, അതിന് ഗ്യാരണ്ടി, 100% ഗ്യാരണ്ടി, 100% ഗ്യാരണ്ടി. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. മായാക്കാഴ്ചകളുടെ ഈ എപ്പിസോഡിൻ്റെ സമയം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയ കാഴ്ചകളും പുതിയ വ്യക്തികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. തൽക്കാലം ഇവിടെ പറയുന്നു.